കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ബീഹാർ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും കലവറയാണ്. വടക്ക് നേപ്പാൾ, തെക്ക് ജാർഖണ്ഡ്, കിഴക്ക് പശ്ചിമ ബംഗാൾ, പടിഞ്ഞാറ് ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ബീഹാർ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാമത് സ്ഥിതി ചെയ്യുന്നു. 100 ദശലക്ഷം ജനസംഖ്യയുള്ള ബീഹാറിൽ 30% പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ജീവിതത്തിൽ നല്ല ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത നിരവധി മനുഷ്യരെയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. സ്വജീവിതത്തെ നിറമുള്ളതാക്കാൻ രാപ്പകൽ അധ്വാനിച്ചാലും തുച്ഛമായ കൂലി മാത്രം ലഭിക്കുന്നവർക്ക് എങ്ങനെ ദാരിദ്ര്യത്തെ മറികടക്കാനാവും? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള സംസ്ഥാനമായ ബീഹാറിൽ 47 ദശലക്ഷം കുട്ടികളുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 11% ബീഹാറിലെ കുട്ടികൾ. വ്യാപകമായ ദാരിദ്ര്യം, മോശം അടിസ്ഥാന സൗകര്യങ്ങൾ, ആവർത്തിച്ചുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം ബീഹാറിലെ കുട്ടികൾ നിരവധി ഇല്ലായ്മകൾ നേരിടുന്നു. ദരിദ്രവും മലിനവുമായ സാഹചര്യങ്ങളിൽ വളരാൻ കുട്ടികൾ നിർബന്ധിതരാവുന്നു. ഹോട്ടലുകൾ, കൃഷിയിടങ്ങൾ, ഫാക്ടറികൾ, ഇഷ്ടികക്കളങ്ങൾ തുടങ്ങിയ തൊഴിലിടങ്ങളിൽ കുട്ടികൾ ജോലി ചെയ്യുന്നത് ഇവിടെ സർവ്വസാധാരണമാണ്. വിദ്യാഭ്യാസപരമായി ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടിലാണ് ബീഹാറിന്റെ സ്ഥാനം. ആകെ ജനസംഖ്യയുടെ 31% പേർക്കും എഴുത്തും വായനയും അറിയില്ല. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നവർ നന്നേ കുറവ്. സ്കൂൾ ബാഗും തോളിലിട്ട് നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് പകരം കാലികളെ മേച്ചും വേസ്റ്റ് പെറുക്കിയും നടക്കുന്ന കുട്ടികൾ ഗ്രാമവീഥികളിൽ സ്ഥിര കാഴ്ചയാണ്. ബീഹാറിൽ വൈജ്ഞാനിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇർസ ഫൗണ്ടേഷൻ. ഗ്രാമങ്ങളിലും തെരുവുകളിലും കഴിയുന്ന ആയിരങ്ങൾക്ക് ഫ്യൂച്ചർ ഈ പദ്ധതിയിലൂടെ വ്യത്യസ്ത രൂപങ്ങളിലായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഗ്രാമങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് പോലുള്ള പ്രയാസകരമായ വിഷയങ്ങളിൽ പ്രത്യേകം ട്യൂഷൻ നൽകുകയും ചെയ്യുന്ന ഇർസ ലേണിംഗ് സെന്റർ ഇർസയുടെ സംരംഭങ്ങളിൽ പരമപ്രധാനമാണ്. അതോടൊപ്പം ബാലവേല ചെയ്തും മറ്റും കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് പ്രത്യേക ട്രെയിനിംഗ് നൽകുകയും ചെയ്ത് സ്കൂളിലെത്തിക്കുന്നതുൾപ്പെടെയുള്ള സമ്പൂർണ്ണ റിസോഴ്സ് സെന്ററായി പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് ഇർസ ലേണിംഗ് സെന്ററുകൾ. നമുക്ക് കേട്ടുപരിചയം മാത്രമുള്ള ഓത്തുപള്ളി സംവിധാനത്തിന് സമാനമാണ് ഇവിടുത്തെ മതപാഠശാലകൾ. അവിടെ അധ്യാപനം നടത്തുന്നവർക്ക് കൃത്യമായ പരിശീലനവും സാലറിയും നൽകി ഒരേ സിലബസ് നടപ്പാക്കിയും കൃത്യമായ മതപഠനം ലഭ്യമാക്കുന്ന ഇർസ മോറൽ സ്കൂളുകൾ മദ്രസ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നു. ദരിദ്രരായ വിദ്യാർത്ഥികളുടെ പഠനച്ചിലവ് പൂർണ്ണമായി സ്പോൺസർ ചെയ്യുന്ന കഫാലത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴി നിരവധി വിദ്യാർത്ഥികളിലേക്കാണ് നമ്മൾ അറിവിന്റെ വെളിച്ചം എത്തിക്കുന്നത്. തെരുവുകളിലും ചേരിപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും കഴിയുന്ന അശരണർക്ക് ഫീഡ് ദ ഫ്യൂച്ചർ എന്ന പ്രമേയത്തിൽ അന്നം നൽകുന്ന ഫുഡ് പ്രൊജക്റ്റിലൂടെ വിശക്കുന്നവരെ ചേർത്ത് പിടിക്കുകയാണ് ഇർസ ഫൗണ്ടേഷൻ. ഒരു നേരമെങ്കിലും നല്ല ഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്ന തെരുവുകളിലെയും ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് ജീവിതങ്ങൾക്കാണ് ഫുഡിലൂടെ നമ്മൾ ഭക്ഷണം നൽകുന്നത്. ശുദ്ധമായ കുടിവെള്ളം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിനകം തന്നെ സാഫ് വാട്ടർ പദ്ധതിയിലൂടെ 100 കണക്കിന് കുഴൽക്കിണറുകൾ സംവിധാനിക്കാൻ സാധിച്ചു. നമ്മുടെ പൂർവികർ ആരൊക്കെയോ നടത്തിയ സാമൂഹിക, വിദ്യാഭ്യാസ, സാംസ്കാരിക ഇടപെടലുകളുടെ ഫലം അതിമനോഹരമായി ആസ്വദിക്കുന്ന നമുക്ക് ബീഹാറിലെ ഈ മനുഷ്യരെ കാണാതിരിക്കാൻ കഴിയുമോ? നല്ലൊരു ജീവിതം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പരിതസ്ഥിതിയിൽ കഴിയുന്ന ഈ ജനതയെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ പ്രാപ്തരാക്കുകയാണ് ഇർസ ഫൗണ്ടേഷൻ. നമുക്കൊന്നായി അവരെ കൂടി വൈജ്ഞാനിക, സാംസ്കാരിക ഉത്തുംഗതയിലേക്ക് നയിക്കാം. സർവശക്തന്റെ അനുഗ്രഹമുണ്ടാകും, തീർച്ച.